ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, എൻ്റെ സ്നേഹിതൻ, കേരള കൗമുദിയുടെ ചീഫ് എഡിറ്റർ കൂടിയായ ശ്രീ ദീപു രവി, പ്രിയങ്കരനായ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ, ബഹുമാന്യനായ വി മുരളീധരൻ MLA, പ്രിയപ്പെട്ട VS രാജേഷ്, ശ്രീ വിമൽകുമാർ, സദസ്സിലുള്ള വിശിഷ്ട അതിഥികളെ, ഇന്ന് ആദരിക്കപ്പെടുന്ന സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, കേരള കൗമുദിയുടെ 115-ാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. കാരണം ഞാൻ ഇതിനു മുൻപ് കേരള കൗമുദിയുടെ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേരള കൗമുദി വായിച്ച് തുടങ്ങി വളർന്ന ഒരാളാണ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വരുത്തിയിരുന്ന ഏക പത്രം, അന്നൊരു പത്രമേ വരുത്തുള്ളൂ, രണ്ടാമത്തെ പത്രമൊന്നും ഒരു വീട്ടിലുണ്ടാവില്ല, ഏക പത്രം കേരള കൗമുദിയായിരുന്നു. എൻ്റെ അച്ഛൻ അതിൻ്റെ എഡിറ്റോറിയൽ വായിക്കാൻ വേണ്ടിയിട്ടാണ് കേരള കൗമുദി വരുത്തുന്നത്. അത്രയും ശക്തമായ എഡിറ്റോറിയലായിരുന്നു കേരള കൗമുദിയുടേത്. അപ്പോൾ ഞങ്ങളോട് പറയും, മക്കളോട് പറയും, എന്ത് വാർത്ത വായിച്ചില്ലെങ്കിലും എഡിറ്റോറിയൽ നിർബന്ധമായിട്ട് വായിക്കണം എന്ന് പറയും. ആ എഡിറ്റോറിയൽ വായിച്ച് വളർന്നു വന്ന ഒരാളാണ്. പിന്നെ ഞാൻ പിന്നീട് ഒരു കാര്യം കൂടി വെളിപ്പെടുത്തി. അന്ന് നിയമസഭാ റിപ്പോർട്ടുകൾ ഏറ്റവും ഭംഗിയായി റിപ്പോർട്ട് ചെയ്തിരുന്ന ഒന്നാമത്തെ പത്രം കേരള കൗമുദിയായിരുന്നു. അസംബ്ലിയിൽ സംസാരിക്കുന്ന MLA-മാരുടെ ചിത്രം സഹിതം ഒരു സ്റ്റാമ്പ് സൈസിലുള്ളൊരു ചിത്രമുണ്ട്. ആ ചിത്രം സഹിതം അസംബ്ലിയിലെ റിപ്പോർട്ട് വരികയായിരുന്നു. സത്യത്തിൽ അത് വായിച്ചാണ് എൻ്റെ മനസ്സിൽ പാർലമെൻ്ററി മോഹം, ഇപ്പോൾ ചിലർ വ്യാമോഹം എന്നൊക്കെ പറയും, ഞാൻ വ്യാമോഹം എന്ന് പറയില്ല, പാർലമെൻ്ററി മോഹം ഉണ്ടായത്. അസംബ്ലിയിലൊക്കെ പോകണം, അവിടെ പോയി സംസാരിക്കണം ഇതുപോലെ എന്ന് വരാൻ കാര്യം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേരള കൗമുദി വായിച്ചു വളർന്നുക. കേരള കൗമുദിക്ക് ഒരു മഹിതമായ ഒരു പാരമ്പര്യമുണ്ട്. അത് രാജ്യത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് വലിയ ഹേതുവായി തീർന്ന ഒരു പത്രമാണത്. ശക്തമായ നിലപാടുകളുണ്ടായി. പത്രാധിപർ K. സുകുമാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും അതിശക്തമായ നിലപാടെടുത്ത് മാധ്യമധർമ്മം എന്താണെന്ന് കൃത്യമായി പാലിച്ചു വന്ന, പിന്നീട് വന്ന കാലഘട്ടത്തിലെയും ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലെയും മുഴുവൻ മാധ്യമപ്രവർത്തകരുടെ റോൾ മോഡലാകേണ്ട ആളായിരുന്നു അദ്ദേഹം. ഒരു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ, നിർമ്മലാനന്ദൻ്റെ അദ്ദേഹം എഴുതിയ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്, ശരിയായ വാർത്ത, കേരള കൗമുദിയിലൊരു വാർത്ത വന്നാൽ അതാണ് ശരിയായ വാർത്ത, വേറെ ഒന്നും ശരിയായ വാർത്തയല്ല, ഇതാണ് ശരിയായ വാർത്തയെന്ന് വായനക്കാർ 100% വിശ്വസിച്ചിരുന്നു എന്നതാണ് കേരള കൗമുദിയുടെ ഏറ്റവും വലിയ അഭിമാനം. എത്ര പേർക്ക് പറയാൻ പറ്റും? അപ്പോൾ അത് ഓരോ അക്ഷരത്തിലും, ഓരോ വാക്കിലും, ഓരോ വാചകങ്ങളിലും, ഓരോ റിപ്പോർട്ടിലും ആ ക്രെഡിബിലിറ്റി, ആ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം അഭിമാനത്തോടു കൂടി തൻ്റെ ജീവചരിത്രകാരനോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞല്ലോ, സാമൂഹ്യ വിപ്ലവത്തിന് തിരികൊളുത്തിയ പത്രം കൂടിയാണ് കേരള കൗമുദി. 40കളുടെ തുടക്കത്തിൽ മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരുപാട് നടപടികൾ, ഇങ്ങനെ പല ചർച്ചകൾ വന്നു. ആ ചർച്ചകൾക്ക് ഏറ്റവും വലിയ കുടപിടിച്ചു കൊടുത്തത് കേരള കൗമുദിയാണ്. ശ്രീമൂലം അസംബ്ലിയിലും ചിത്തിര തിരുനാൾ അസംബ്ലിയിലും എല്ലാം ഈ വിഷയം വരുമ്പോൾ വലിയ എതിർപ്പുകളാണ്. അന്ന് ഭയങ്കര യാഥാസ്ഥിതിക സമൂഹം നിലനിന്നിരുന്ന ഒരു കാലത്ത് ജാതി മത ശക്തികൾ, സവർണ ശക്തികളെല്ലാം വലിയ മേധാവിത്വം സാമൂഹ്യ തീരുമാനങ്ങളിൽ എടുത്തിരുന്നൊരു കാലത്ത് അതിശക്തമായ എതിർപ്പാണ് അതിനോട് വന്നത്. അന്ന് എഴുതിയ അതിശക്തമായ ഒരു എഡിറ്റോറിയൽ, കേരള കൗമുദിയുടെ എഡിറ്റോറിയലുണ്ട്, മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങളെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടു കൂടി എഴുതിയ എഡിറ്റോറിയലുണ്ട്. ആ ഓരോ എഡിറ്റോറിയലുകളും കേരളത്തിൻ്റെ ഭാവിയെ സൃഷ്ടിച്ചെടുക്കാൻ, നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ, ശരിയായ വഴികാട്ടാൻ, ആ വഴികാട്ടിയായി ഒരു ഗൈഡായി വരാനിരിക്കുന്ന തലമുറകൾക്ക് പോലുമുള്ള മാർഗനിർദ്ദേശം നൽകുന്ന, കാലത്തിൻ്റെ മുമ്പേ സഞ്ചരിച്ച ഒരു പത്രമായി കേരള കൗമുദിയെ മാറ്റിയത് ശ്രീ പത്രാധിപർ K. സുകുമാരൻ്റെ നേതൃത്വവും പിന്നീട് വന്നുള്ള തലമുറകൾ ചെയ്തതും ആണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഗവൺമെൻറ്റുകളോട് ഒരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ വായിച്ചതാണ്. അതായത്, എല്ലാ കാലത്തും നല്ല വഴിയിൽ മുള്ളുകൾ വാരി വിതറാൻ ആളുകളുണ്ടാവും. ആ മുള്ളുകളെ തൊട്ടാവാടികളാക്കി വളർത്തി ആ വഴികളെ സുഗമമാക്കുക എന്നതാണ് ഗവൺമെൻറ്റുകളുടെ ചുമതല.
വഴിയിലുണ്ടാകുന്ന മുള്ളുകളെ അത് തൊട്ടാവാടികളാക്കി വളർത്തി ആ വഴിയെ സുഗമമാക്കുക എന്നതാണ് സർക്കാരുകളുടെ കർത്തവ്യം. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്ന യാത്രയിൽ ഒരുപാട് കല്ലുകളും മുള്ളുകളും ഉണ്ടാവും, ഇല്ലേ? ആ മുള്ളുകളെ മാറ്റി സ്വതന്ത്രമായ സഞ്ചാരത്തിന്, സ്വതന്ത്രമായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ സാമൂഹ്യ മാറ്റത്തിനുള്ള വഴിയൊരുക്കുക എന്നതാണ് ഗവൺമെൻറ്റുകളുടെ ധർമ്മമെന്ന് എത്രയോ വർഷം മുമ്പ് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ആ കേരള കൗമുദി പിന്നീടും അതേ പാതയിൽ തന്നെ സഞ്ചരിക്കുകയും ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും കഠിനമായ പ്രയത്നം നടത്തുകയും ചെയ്തൊരു പത്രമാണ്. നമുക്കറിയാമല്ലോ, കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് സൗമ്യമായി നിന്നുകൊണ്ട് കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ച ആളാണ് ഗുരുദേവൻ. ആ ഗുരുദേവൻ്റെ ആദർശങ്ങൾ, ദർശനങ്ങൾ എന്ന് പറയുന്നത് കാലാതിവർത്തിയായ ദർശനങ്ങളാണ്. ആ ദർശനങ്ങളെ സാധാരണക്കാരൻ്റെ മനസ്സിൽ, അവൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ അത് കഴിഞ്ഞത് കേരള കൗമുദിയിലൂടെയാണ്. ഞാനത് വായിച്ചതുകൊണ്ടാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യം കിട്ടിയ സമ്മാനം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പുസ്തകമാണ് സമ്മാനം കിട്ടിയത്. മത്സരം ഉപന്യാസ മത്സരമാണ്. ഉപന്യാസത്തിൻ്റെ മത്സരത്തിൻ്റെ വിഷയം ഗുരുദർശനം എന്നതാണ്. ആദ്യമായി സമ്മാനം കിട്ടിയത് ഗുരുദർശനത്തിൽ ഉപന്യാസം എഴുതിയിട്ടാണ്. ആദ്യം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നെട്ടൂർ SV സ്കൂളിൽ കിട്ടിയത്. അത് ഞാൻ ഗുരുദർശനത്തെക്കുറിച്ച് എനിക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് എഴുതാൻ കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പത്രം മുഴുവൻ വായിക്കുകയായിരുന്നു, കേരള കൗമുദി. അപ്പോൾ ഗുരുദർശനത്തെക്കുറിച്ച് വേറെ ആ സ്കൂളിൽ പഠിക്കുന്ന ഏതൊരാൾക്കും എഴുതുന്നതിനേക്കാൾ നന്നായി എനിക്ക് അന്ന് എഴുതാൻ പറ്റുമായിരുന്നു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ആദ്യം കിട്ടിയ സമ്മാനം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഞാൻ എപ്പോഴും അത് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സമ്മാനമാണ്, ഗുരുദർശനത്തെ പറ്റി എഴുതിയതാണ്. അപ്പോൾ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. മാധ്യമങ്ങൾ ഇന്നൊരു വല്ലാത്ത കാലത്താണ് നിൽക്കുന്നത്. നമ്മൾ ചിലപ്പോൾ നമുക്കൊരു വലിയ നിരാശ തോന്നും, ചിലപ്പോൾ നമുക്ക് സങ്കടം വരും, ചിലപ്പോൾ നമുക്ക് അമർഷം തോന്നും. അണറ്റിക്കലായിട്ടുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തുക. എന്തുമാത്രം വാർത്തകളുള്ളൊരു സമൂഹമാണ് നമ്മുടേത്. അതിൽ ആ വാർത്തകളെ വളച്ചൊടിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുക. വാർത്തകൾ ചിലപ്പോൾ ഇല്ലാത്ത വാർത്തകളാണ്. ഞാൻ പറയും, ആകാശത്ത് നിന്ന്, ശൂന്യതയിൽ നിന്ന് വാർത്തകൾ ഉണ്ടാക്കി വാർത്തകൾ ചമച്ച് ചിലപ്പോൾ നമ്മൾ തലയിൽ കൈവയ്ക്കും. ഇതെവിടെ നിന്ന് വരുന്നു ഈ വാർത്ത? ഒരു അടിസ്ഥാനവും ഇല്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത വാർത്തകൾ. മാധ്യമങ്ങൾ ഗവൺമെൻറ്റുകളെയും സാമൂഹ്യ സംവിധാനങ്ങളെയും വിമർശിക്കണം, തെറ്റുകളെ തിരുത്താൻ വേണ്ടി അതിശക്തമായി പോരാടണം. പക്ഷേ ഈ അണത്തിക്കലായിട്ടുള്ള ഈ മാധ്യമപ്രവർത്തനം എവിടേക്കാണ് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കണം. ഞാൻ മുഖ്യധാരാ മാധ്യമങ്ങളോട് പറയും, ചില ആളുകൾ തുടങ്ങി വച്ചിരിക്കുന്ന ഒരു കൾച്ചറുണ്ട് ഇപ്പോൾ കേരളത്തിൽ. അതിൻ്റെ പുറകെ നിങ്ങളാരും പോകരുത്. എന്ത് റേറ്റിങ്ങിൻ്റെ പേരിലായാലും, എന്ത് കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും ചില ആളുകൾ തുടങ്ങി വച്ചിരിക്കുന്ന കേരളത്തിന് അനുയോജ്യമല്ലാത്ത, കേരളത്തിൻ്റെ സംസ്കാരത്തിന് ചേരാത്ത ഒരുതരം മാധ്യമപ്രവർത്തനമുണ്ട്. ആ മാധ്യമപ്രവർത്തനത്തിൻ്റെ പുറകെ കേരളത്തിൽ വിശ്വാസ്യതയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ പോകരുത് എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്ക് മുന്നിൽ വയ്ക്കാനുള്ളത്. മാത്രമല്ല, നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഡിസ്കോസാണ്, അതൊരു ഡിബേറ്റാണ്, അല്ലേ? പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തി പരസ്പരം സമ്മതിച്ചുണ്ടാകുന്നതാണ്. ഞാൻ എപ്പോഴും പറയും, അതിനൊരു ഔട്ട്കം ഉണ്ടാകണം. അപ്പോഴാണ് ജനാധിപത്യം മനോഹരമാകുന്നത്. അപ്പോഴാണ് ഈ ഡിബേറ്റിലും ഈ ഡിസ്കോസിൻ്റെയും ഒരു ഔട്ട്കം ഉണ്ടാകണം, ഒരു പരിണതഫലം ഉണ്ടാകണം. ആ ഔട്ട്കം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താനുണ്ടാകണം. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്തും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും എല്ലാം നടന്ന ചർച്ചകളുടെ പരിണതഫലം അതായിരുന്നു. രാജ്യത്തിന് മാറ്റമുണ്ടാകാൻ അതെല്ലാം പ്രേരകമായി. നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ, അതിനു മുൻപ് സ്വാതന്ത്ര്യ സമരകാലത്ത് നടന്ന ചർച്ചകൾ, പിന്നീട് ഈ സ്വതന്ത്ര ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് നടത്തിയ ആ കാലഘട്ടത്തിലൊക്കെയുള്ള സംവാദങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സ്റ്റേറ്റിൻ്റെ തുടക്കത്തിൽ അത്തരം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഡിസ്കോഴ്സ്, പോസിറ്റീവായിട്ടുള്ളൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ അതുണ്ടാകുന്നില്ല. നിങ്ങൾ ഈ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരായി മാറേണ്ട മാധ്യമങ്ങൾ. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഭരണകൂടത്തെയും അവർക്ക് സ്തുതിഗീതങ്ങൾ പാടി അവർക്ക് സന്തോഷിപ്പിക്കുന്നവരല്ല. പഴയ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരുടെ റോളല്ല മാധ്യമങ്ങൾക്കുള്ളത്. ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു. വിമർശിക്കുക വേണം, പക്ഷെ വിമർശിക്കുമ്പോൾ വളരെ കൺസ്ട്രക്റ്റീവായി, ക്രിയേറ്റീവായിട്ട് വിമർശിക്കണം. അത് ആരാണ് വിമർശിക്കപ്പെടുന്നത്? ആൾക്ക് ചെയ്ത തെറ്റ് തിരുത്താനുള്ള ഒരു പ്രചോദനം കൂടിയായി
ഈ മാധ്യമ വാർത്തകൾ മാറണം, നാടിന് പ്രയോജനം ചെയ്യണം. നമുക്ക് എത്ര കൺസ്ട്രക്റ്റീവായ ചർച്ചകളിലേക്ക് കൊണ്ടുപോകാം നമ്മുടെ നാടിൻ്റെ മാറ്റം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അസംബ്ലിയിൽ പറഞ്ഞു, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ക്രെഡിറ്റ് എടുക്കുകയാണ്. കേരള മോഡൽ ഹെൽത്തിൽ, എഡ്യൂക്കേഷനിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 25 കൊല്ലമായിട്ട് സ്റ്റാഗ്നൻ്റാണ്, അതേപോലെ തന്നെ നിൽക്കുകയാണ്. നമുക്കൊരു പുതിയ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പുതിയ കാലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. നമുക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാകണം, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാകണം. അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അത് ചെയ്തു തീർക്കാൻ പോസിറ്റീവായിട്ടുള്ള ഗുണഫലം നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾക്കെല്ലാം പ്രയോജനം കിട്ടുന്ന തരത്തിലുള്ള നല്ല ചർച്ചകളിലേക്ക് കൊണ്ടുപോകണം. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അന്തരീക്ഷം ഒരുക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയും. അത് കേരള കൗമുദി അതിൻ്റെ അതിമനോഹരമായ ഒരു ലെഗസി, അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന് മാതൃകയായി എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് 115ാം വാർഷികത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും.